പഠിച്ചത് എന്താണ്? ഹിന്ദിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹിന്ദിയിൽ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാനർ എന്ന് പറയുന്ന ലെസണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തു അല്ലേ? യെസ്. അല്ല, ആൻസർ ദ ഫോളോയിങ് ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ആൻസർ ദ ഫോളോയിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? യെസ്, അത് നമുക്ക് പഠിക്കാം. Dear children, all are take a notebook and write here. Second question. वानर डाल पर क्या कर रहा था? वानर डाल पर बैठकर आम खा रहा था. Third question. नाग को देख देख वानर क्या करता रहा? नाग को देख वानर क्या करता रहा? नाग को देख वानर साहस कर आम खाता रहा. नाग को देख वानर साहस कर आम खाता रहा. Fourth question. क्या वानर डर गया? नहीं, वानर नहीं डरा. क्या वानर डर गया? नहीं, वानर नहीं डरा. എല്ലാവരും നീറ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. Good morning my dears. How are you? Okay, all are fine. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ് ആണ് അല്ലേ? ടുഡേ വി ലേൺ ഇംഗ്ലീഷ്. നമ്മൾ എന്തായിരുന്നു ഇന്ന് പഠിക്കേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു? കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മളൊരു പുതിയൊരു ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ടൈറ്റിൽ ഓഫ് ദ പോയം എ റാഗി ഡോഗ് ആൻഡ് എ ഷാഗി ഡോഗ്. കേട്ടോ, നമ്മൾ ഇന്നൊരു ലിറ്റിൽ ഡോഗിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലരുടെ വീട്ടിലൊക്കെ ഡോഗ്സ് കാണും അല്ലേ? ഭയങ്കര എന്താ പറയുക, മിസ്ചീഫ് വികൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന ഡോഗ്സ് അല്ലേ? ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പുതിയ ഷൂസ് ചെരുപ്പൊക്കെ മേടിച്ച് വെച്ചേക്കും, അതിനൊക്കെ കടിച്ചു പറിക്കാനൊക്കെ ശ്രമിക്കും. എന്തെങ്കിലുമൊക്കെ വികൃതികൾ നിങ്ങൾ കാണിക്കുന്നതൊക്കെ കണ്ടു കാണും അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വികൃതിയായ ഒരു ഡോഗിനെയാണ് ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. Okay, all of you take your textbook. Okay, then page number 25 എടുക്കൂ. പേജ് നമ്പർ 25 നോക്കൂ. ലിസൺ ഹിയർ. എ റാഗി ഡോഗ്, എ ഷാഗി ഡോഗ്. കണ്ടോ, നമ്മളിവിടെ ഒരു ഡോഗിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? നിങ്ങൾ ഡോഗ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലവർ വീട്ടിലൊക്കെ ഡോഗിനെ വളർത്താറുണ്ട് അല്ലേ? പലതരത്തിലുള്ള ഡോഗ്സ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാറുണ്ട്. ഓക്കെ, നോക്കൂ. ഹാവ് യു സീൻ എ ലിറ്റിൽ ഡോഗ് എനിവെയർ അബൌട്ട്? A raggy dog, a shaggy dog, who's always looking out for some fresh mischief which he thinks he really ought to do. He's very likely at this minute betting on someone's shoes. Noku, have you seen a little dog anywhere about? A raggy dog, a shaggy dog, who's always looking out for some fresh mischief which he thinks he really ought to do. Has very likely at this minute betting on someone's shoes. എന്താണ് പറയുന്നത്? Have you seen a little dog anywhere about? നിങ്ങളും ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ എന്താണ്, ഡോഗ്സിനെയൊക്കെ കാണാറുണ്ട് അല്ലേ? ആ ഡോഗിനെയൊക്കെ കാണാറുണ്ട്. ചിലവർക്ക് പേടിയായിരിക്കും ഡോഗിനെ, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഇവിടെ എന്താ ചോദിക്കുന്നത്? ഹാവ് യു സീൻ എ ലിറ്റിൽ ഡോഗ് എനിവെയർ അബൌട്ട്? നിങ്ങൾ എവിടെയെങ്കിലും കുഞ്ഞു നായകളെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? എ റാഗി ഡോഗ്, എ ഷാഗി ഡോഗ്. കണ്ടോ, ഹാവ് യു സീൻ എ ലിറ്റിൽ ഡോഗ് എനിവെയർ അബൌട്ട്? എ റാഗി ഡോഗ്, a shaggy dog, who's always looking out. എന്താ പറയുന്നത്? എന്ത് ചെയ്യാണ്? ഓൾവേസ് ലുക്കിംഗ് ഔട്ട്. അത് ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലേ? ഫോർ സം ഫ്രഷ് മിസ്ചീഫ് വിച്ച് ഹീ തിങ്സ്. മിസ്ചീഫ് എന്താണ്? വികൃതി അല്ലേ? ഫോർ സം ഫ്രഷ് മിസ്ചീഫ്സ് വിത്ത് ഹീ തിങ്സ്. അവൻ എന്താണ് തിങ്ക് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു വികൃതി കാണിക്കാനായിരിക്കാം അല്ലേ? he really ought to do. He's very likely at this minute betting on someone's shoe. He's very likely at this minute.
കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ലൈക്ലി അറ്റ് ദിസ് മിനിറ്റ്, ആ സമയത്തിനുള്ളിൽ അവൻ ബിറ്റിംഗ് ഓൺ സം വൺ ഷൂ, അവൻ എന്താ ചെയ്തത്? ഒരാളുടെ ഷൂവിനെ ബിറ്റ് ചെയ്തു അല്ലേ? സം വൺസ് ഷൂ. ഹീസ് വെരി ലൈക്ലി അറ്റ് ദിസ് മിനിറ്റ്, കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇവ എന്ത് വികൃതിയാണ് കാണിച്ച്? ബിറ്റിംഗ് ഓൺ സം വൺ ഷൂ, അവൻ വേറൊരാളുടെ ഷൂവിനെ കടിച്ചു അല്ലേ? ഹാവ് യു സീൻ എ ലിറ്റിൽ ഡോഗ് എനിവെയർ അബൌട്ട്? എ റാഗി ഡോഗ്, എ ഷാഗി ഡോഗ് ഹൂസ് ഓൾവേസ് ലുക്കിംഗ് ഔട്ട് for some fresh mischief which he thinks he really ought to do, is very likely at this minute biting on someone's shoe. ഓക്കെ, എല്ലാവരും ആ പിക്ചറിൽ നോക്കിയേ, ഒരു ബോയ് നിൽപ്പുണ്ടല്ലേ? ബോയിൻ്റെ അടുത്തൊരു ഡോഗ്, ഒരു ലിറ്റിൽ ഡോഗ്. ആ ഡോഗ് എന്താ ചെയ്യുന്നത്? ആ ഷൂവിനെ കടിക്കാൻ ശ്രമിക്കുന്നല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഹാവ് യു സീൻ എ ലിറ്റിൽ ഡോഗ് എനിവെയർ അബൌട്ട്? നിങ്ങൾ എവിടെയെങ്കിലും കുഞ്ഞു നായയെ കണ്ടിട്ടുണ്ടോ? എനിവെയർ അബൌട്ട്, എവിടെയെങ്കിലും. എ റാഗി ഡോഗ്, എ ഷാഗി ഡോഗ് ഹൂസ് ഓൾവേസ് ലുക്കിംഗ് ഔട്ട്, ഇങ്ങനെ ചുറ്റുപാടുമൊക്കെ ഇങ്ങനെ പരന്നു നോക്കുന്ന ഒരു ഡോഗ്. ഫോർ സം ഫ്രഷ് മിസ്ചീഫ് വിച്ച് ഹീ തിങ്സ്, അവൻ എന്തെങ്കിലും വികൃതികൾ കാണിക്കാനായിട്ടുള്ള ഒരുക്കം ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹിയർ ഹി ഔട്ട് ടു ഡു, ഈസ് വെരി ലൈക്ലി അറ്റ് ദിസ് മിനിറ്റ് ബിറ്റിംഗ് ഓൺ സം വൺ ഷൂ. നിമിഷം കൊണ്ട് എന്താണ് അവൻ ചെയ്തത്? ബിറ്റിംഗ് ഓൺ, അവൻ മറ്റൊരാളുടെ ഷൂവിനെ, കണ്ടോ? ഈ ബോയിയുടെ ഷൂവിനെയാണ് ലിറ്റിൽ ഡോഗ് കടിക്കുന്നതല്ലേ? ഇതാണ് ഈ പോയത്തിൽ ഈ ലൈൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 8 ലൈൻസ് നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ ഈ റാഗി ഡോഗ്, ഷാഗി ഡോഗ് എഴുതിയതാരാണ്? എഴുതിയതാരാ? എമിലി ലൂയിസ് ആണ് റാഗി ഡോഗ്, എ ഷാഗി ഡോഗ് എഴുതിയത്. ഓക്കെ, പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? എ റാഗി ഡോഗ്, എ ഷാഗി ഡോഗ്. ഹാവ് യു സീൻ എ ലിറ്റിൽ ഡോഗ് എനിവെയർ അബൌട്ട്? എ റാഗി ഡോഗ്, എ ഷാഗി ഡോഗ് ഹൂസ് ഓൾവേസ് ലുക്കിംഗ് ഔട്ട് for some fresh mischief which he thinks he really ought to do, is very likely at this minute biting on someone's shoe. Okay, all of you look at the blackboard. Let blackboard നോക്കൂ. A raggy dog, a shaggy dog. നോക്കൂ, hard words ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. Okay, raggy, shaggy, minute, mischief, fitting. Raggy, shaggy, minute, mischief, fitting. Raggy, R-A-G-G-Y, raggy. Shaggy, S-H-A-G-G-Y, shaggy. Minute, M-I-N-U-T-E, minute. Mischief, M-I-S-C-H-I-E-F, mischief. Fitting, D-I-T-I-N-G, fitting. Raggy, shaggy, minute, mischief, fitting. Okay, all of you take your notebooks. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കൂ. ഹാർഡ് വേർഡ്സ് നമുക്ക് നോട്ടിലോട്ട് എഴുതാം കേട്ടോ. നോക്കൂ, റാഗി, ഷാഗി, മിനിറ്റ്, മിസ്ചീഫ്, ബിറ്റിംഗ്. റാഗി, R-A-G-G-Y, റാഗി. ഷാഗി, S-H-A-G-G-Y, ഷാഗി. മിനിറ്റ്, M-I-N-U-T-E, മിനിറ്റ്. Mischief, M-I-S-C-H-I-E-F, mischief. Bitting, B-I-T-I-N-G, bitting. Raggy, shaggy, minute, mischief, bitting. എന്താ ചെയ്യേണ്ടത്? 5 times നീറ്റായിട്ട് എഴുതി ടീച്ചറിന് നോട്ട്സ് സെൻഡ് ചെയ്യുക. ഓക്കെ. Hello, good morning children. How are you all? Fine. Okay, today we are going to learn
കമ്പ്യൂട്ടർ. ഇത് നമ്മൾ എന്താണ് കമ്പ്യൂട്ടറാണ് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ് വി ലേൺ എ ലെസൺ യൂസസ് ഓഫ് കമ്പ്യൂട്ടർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? യൂസസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഉപയോഗങ്ങൾ. അത് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. ഇനി എന്താണ് അതിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനുണ്ട്, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ചെയ്യാനുണ്ട്, നോട്ട്സും ഉണ്ട്. അപ്പൊ നമുക്ക് എക്സസൈസിലേക്ക് പോയാലോ? സൂമിൻ നമ്മൾ ഈ ലെസണിൽ പഠിച്ച കാര്യങ്ങളാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. എ കമ്പ്യൂട്ടർ ഈസ് വെരി ഹെൽപ്ഫുൾ ടു us സോ മെനി വേസ്. പലതരത്തിലും നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ നിന്ന് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പല വഴിയിലും നമുക്ക് കമ്പ്യൂട്ടർ വഴി സഹായങ്ങൾ കിട്ടുന്നുണ്ട്. വി ക്യാൻ ടൈപ്പ് ലെറ്റേഴ്സ് ആൻഡ് പാരഗ്രാഫ്സ് ഓൺ എ കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടറിൽ ലെറ്റേഴ്സും പാരഗ്രാഫും ടൈപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കമ്പ്യൂട്ടേഴ്സ് ആർ ബീങ് യൂസ്ഡ് ഇൻ സ്കൂൾസ് ഫോർ വേരിയസ് പർപ്പസസ്. സ്കൂളിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു എന്ന് പഠിച്ചു. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഷോപ്സ് ഫോർ കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സെയിൽ ഓഫ് ഡിഫറെൻറ്റ് ഗുഡ്സ്. പിന്നെന്താണ്, ഒരു ഷോപ്പിലാണെങ്കിൽ എന്താണ് റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നു, കമ്പ്യൂട്ടർ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നു. എന്തിൻ്റെയാണ്? സ്റ്റോക്ക് ആൻഡ് സെയിൽ ഓഫ് ഡിഫറെൻറ്റ് ഗുഡ്സ്. സ്റ്റോക്കുള്ള ഗുഡ്സിൻ്റെയും അതുപോലെ സെയിൽ നടന്നിട്ടുള്ള സാധനങ്ങൾ വിറ്റിട്ടുള്ളത് അതിൻ്റെ റെക്കോർഡ്സുകളും കമ്പ്യൂട്ടർ സൂക്ഷിച്ചിരിക്കും. കമ്പ്യൂട്ടർ ഹെൽപ്സ് ഡോക്ടേഴ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടേഴ്സിനെ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ATM സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ATMൻ്റെ ഫുൾ നെയിം എന്താണ്? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ദിസ് ഈസ് ഓൾസോ എ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പഠിച്ചു. എക്സസൈസ് ആണ്. നമുക്ക് എക്സസൈസ് നോക്കാം. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. വി ക്യാൻ വാച്ച് ഡാഷ് ഓൺ ദ കമ്പ്യൂട്ടർ. ഓപ്ഷൻ ഉണ്ട്: ബുക്സ്, യുട്ടൻസിൽസ്, മൂവീസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? മൂവീസ്. അപ്പം എന്ത് ചെയ്യണം? മൂവീസ് ടിക്ക് ചെയ്യണം. വേർ ആർ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ടു മേക്ക് ലേണിംഗ് മെറ്റീരിയൽസ്. എവിടെയൊക്കെയാണ് എന്താണ് ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ബാങ്ക്സ്. ലേണിംഗ് മെറ്റീരിയൽ എവിടെയായിരിക്കും? സ്കൂൾസിലായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? സ്കൂൾസ് ടിക്ക് ചെയ്യണം. നെക്സ്റ്റ്, കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹോട്ടൽസ് ഫോർ മേക്കിംഗ്. എന്താണെന്നാണ്? ഹോട്ടൽസിൽ കമ്പ്യൂട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ്? ഫുഡ്, ക്ലോത്ത്സ്, ബിൽസ്. ഏതാണ്? ബിൽസ്. അപ്പം ബിൽസ് ടിക്ക് ചെയ്യണം. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ ഈ ആക്ടിവിറ്റി. അടുത്ത, റൈറ്റ് T ഫോർ ട്രൂ ആൻഡ് F ഫോർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? T എന്നെഴുതണം. ഫോൾസ് ആണെങ്കിൽ F എന്നെഴുതണം. ട്രൂ ആണെങ്കിൽ T, ഫോൾസ് ആണെങ്കിൽ F എന്നെഴുതണം. വി ക്യാൻ ലിസൺ ടു മ്യൂസിക് ഓൺ എ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടി നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും അല്ലേ? നമുക്ക് എല്ലാം അറിയാം. അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്താണ് ഇവിടെ? ട്രൂ എഴുതണം. T. കമ്പ്യൂട്ടേഴ്സ് ആർ ബീങ് യൂസ്ഡ് ഇൻ അവർ സ്കൂൾസ് ഫോർ ഓൺലി വൺ പർപ്പസ്. കമ്പ്യൂട്ടർ സ്കൂളിൽ ആകെ ഒരു പർപ്പസ്, ഒരു ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യുന്നു. നമ്മളല്ലല്ലേ, നമ്മളത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ്? ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ? F എന്ന് എഴുതണം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്കൂളിൽ എന്തൊക്കെ യൂസ് ഉണ്ടെന്ന് പഠിച്ചു? ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പഠിച്ചു. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? ടൈം ടേബിൾ റെഡിയാക്കാൻ, എക്സാം ടൈം ടേബിൾ റെഡിയാക്കാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു ഒക്കെ പഠിച്ചു അല്ലേ? പിന്നെ ലൈബ്രറി, സ്കൂൾ ലൈബ്രറിയിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പോൾ ഒരുപാട് പർപ്പസസ് ഉണ്ട് കമ്പ്യൂട്ടർ കൊണ്ട് സ്കൂളിൽ. അപ്പോൾ ഇതെന്താണ്? ഫോൾസ് ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? F എഴുതണം. കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കറക്റ്റാണോ? അല്ല, ഇത് ഫോൾസ് ആണ്. ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? F എഴുതണം. നെക്സ്റ്റ്, കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എയർപോർട്ട്സ് ഓൺലി ഫോർ മെയിൻറ്റെയിനിങ് സെക്യൂരിറ്റി. എയർപോർട്ടിൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അല്ല, അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്താണ് ഇവിടെ? F, ഫോൾസിൻ്റെ F കൊടുക്കണം. എയർപോർട്ടിൽ എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഫ്ലൈറ്റിൽ എന്തൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഫ്ലൈറ്റിൻ്റെ സമയം മനസ്സിലാക്കാം, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അതുപോലെ എവിടെയാണ്, ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്, ആ സ്ഥലത്ത് എത്ര മണിക്ക് എത്തും,
അപ്പോൾ ഫ്ലൈറ്റിൻ്റെ സമയവും ഒക്കെ നമുക്ക് എന്താണ് എയർപോർട്ടിൽ കമ്പ്യൂട്ടർ വഴി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി മാത്രമാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ അത് ഫാൾസ് ആണ്, എഫ് എഴുതും. ഇനി അടുത്തത് റൈറ്റ് 1 യൂസ് ഓഫ് കമ്പ്യൂട്ടർ അറ്റ് ദ ഫോളോയിങ് പ്ലേസസ്. താഴെ തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടർ കൊണ്ടുള്ള ഒരു ഉപയോഗം എഴുതണം. ഷോ കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഷോപ്പിൽ എന്താണ് ഉപയോഗം എന്നുള്ളത് എഴുതാം. ടീച്ചർ ഇപ്പോൾ എഴുതിയിരിക്കുന്ന കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക്. അടുത്ത ഹോം ടു ഡു ഹോംവർക്ക്സ്, ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പം ഹോമിൽ നമ്മൾ കുറേ പർപ്പസസ് പഠിച്ചു, ഹോമിൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ടീച്ചർ എഴുതിയിരിക്കുന്നത് ടു ഡു ഹോംവർക്ക്സ്. അടുത്ത ഹോസ്പിറ്റൽ ഡയഗ്നോസിങ് പേഷ്യൻസ് ഡിസീസസ്. ഓഫീസ് ടു മെയിൻറ്റെയിൻ ദ സാലറീസ് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിൻ്റെ സാലറീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു യൂസ് എഴുതാം, കമ്പ്യൂട്ടറിൻ്റെ യൂസ് എഴുതാം ഈ സ്ഥലങ്ങളിൽ. ഓക്കെ, നെക്സ്റ്റ് സർക്കിൾ ദ നെയിം ഓഫ് പ്ലേസസ് വെയർ കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് ബീയിങ് യൂസ്ഡ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സർക്കിൾ ചെയ്യണം. ഇവിടെ കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഈ ആക്ടിവിറ്റി ചെയ്യണം. ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? സൂ, ടെമ്പിൾ, പാർക്ക്, എയർപോർട്ട്, ഹോം, ഹോസ്പിറ്റൽ, ഫെയർ, കിച്ചൺ, ബാങ്ക്, ഫീൽഡ്, പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. അടുത്തൊരു ആക്ടിവിറ്റി എന്താണ്? കളക്ട് ആൻഡ് പേസ്റ്റ് ദ പിക്ചേഴ്സ് വെയർ കമ്പ്യൂട്ടർ ആർ ബീയിങ് യൂസ്ഡ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 4 സ്ഥലങ്ങളുടെ പിക്ചർ ഇവിടെ ഒട്ടിക്കണം. നിങ്ങൾ വരച്ചാലും മതി കേട്ടോ, പിക്ചർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വരച്ചാലും മതി. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന 4 പ്ലേസസ്. ഓക്കെ, അടുത്തൊരു ആക്ടിവിറ്റി ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് വേർഡ്സ്. ദ വേർഡ് ഗ്രിഡ് ഗിവൺ ബിലോ. എന്താണ് ഈ ഗ്രിഡിൽ തന്നിരിക്കുന്ന വേർഡ്? ഇത് നോക്കണം, ലെറ്റേഴ്സ് നോക്കണം. നോക്കിയിട്ട് എന്താണ് ഈ സ്കൂൾ, ലൈബ്രറി, ഹോസ്പിറ്റൽ, ഹോം, ബാങ്ക്, എയർപോർട്ട്, ഷോപ്പ്, ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ സർക്കിൾ ചെയ്യണം. അപ്പോൾ എന്താണ് സ്കൂൾ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക, സർക്കിൾ ചെയ്യുക. അറിയാലോ, ആദ്യം എന്ത് ചെയ്യണം? സ്പെല്ലിംഗ് നോക്കണം. സ്കൂൾ എസ് ഫസ്റ്റ് ലെറ്റർ, അടുത്തെന്താണ് സെക്കൻഡ് ലെറ്റർ ഏതാണ്? സി. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾ ഓരോ വേർഡും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യണത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്, ടീച്ചർ പറഞ്ഞു തരില്ല. ഓക്കെ ചിൽഡ്രൻ, ഇനി നമുക്ക് നോട്ട് ബുക്കിലേക്ക് പോവാം. ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് എഴുതണം, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് എഴുതണം. വി ക്യാൻ ലിസൺ ടു മ്യൂസിക് ഓൺ എ കമ്പ്യൂട്ടർ. നമുക്ക് പാട്ടുകൾ കേൾക്കാൻ പറ്റും. അതെന്താണ്? ട്രൂ ആണ്. കമ്പ്യൂട്ടേഴ്സ് ആർ ബീയിങ് യൂസ്ഡ് ഇൻ അവർ സ്കൂൾസ് ഫോർ ഓൺലി 1 പർപ്പസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് നോക്കിയതാണ്, ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്നാണ്. അതെന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോൾസ്. കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നില്ല. അത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോൾസ്. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എയർപോർട്ട്സ് ഓൺലി ഫോർ മെയിൻറ്റെയിനിങ് സെക്യൂരിറ്റി. നമ്മൾ സുരക്ഷയ്ക്ക് മാത്രമായിട്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അത് ഫോൾസ് ആണ്. അപ്പോൾ എന്താണ്? ഫോൾസ് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതെന്താണ്? നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ എക്സസൈസൊക്കെ ചെയ്ത് നോട്ടൊക്കെ വായിച്ച് പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. Good morning, my dear children. How are you all? All of you are fine? Okay. ടീച്ചർ പറഞ്ഞു once in a week ടീച്ചർ വരും, കേഴ്സി റൈറ്റിംഗ് പഠിപ്പിക്കാൻ വരും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ 4 ലെറ്റേഴ്സ് എഴുതിയിരുന്നു. അത് മിക്കവാറും പേര് എഴുതിയെല്ലാം എക്സലൻ്റ് ആയിരുന്നു. നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു. ടീച്ചറിന് ഒരു കറക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ഒന്നും ചെയ്യാനൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്.
എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത 4 ലൈൻസ് 4 ലെറ്റേഴ്സിൽ നിന്ന് നോക്കാം. അതിന് മുന്നേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊന്നുകൂടെ നോക്കാം. നമുക്ക് ടീച്ചർ ഫസ്റ്റ് ഡേ A B C T ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്ന് ടീച്ചർ കാണിച്ചു. ഇന്ന് നോക്കൂ, E F G H ഈ 4 ലെറ്റേഴ്സ്. ഇതിൽ കേഴ്സീവ് ലെറ്റേഴ്സിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഈ എഫ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം ഈസിയാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ ഈ 4 ലെറ്റേഴ്സ് എഴുതി ഇതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ ആദ്യം പഠിച്ച ആ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ടീച്ചർ ഒന്നുകൂടെ A മുതൽ D വരെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ നോക്കി ടീച്ചർ ആദ്യത്തെ 4 ലെറ്റേഴ്സ് ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട്. ഞാൻ നോക്കൂ, കണ്ടോ? A, next B, C. സിന്റെ LKG പഠിച്ച ആ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അടുത്ത നോക്കൂ, D. ഇനി ഈ 4 ലെറ്റേഴ്സ് കണക്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചത്. A, then B, C, D. ഇനി നമുക്ക് ഇന്ന് നമ്മൾ E F G H ആണ് എഴുതാൻ പോകുന്നത്. ഈ എല്ലാം ഈസിയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ എഫ് മാത്രമേ ഉള്ളൂ. ഈ എഫ് 4 ലൈൻ എഴുതുമ്പോൾ ആ 4 ലൈൻ ടച്ച് ചെയ്തിട്ടാണ്. ബാക്കിയെല്ലാം നോക്കൂ, കണ്ടോ? ഇതാണെങ്കിൽ ഹാങ്ങിങ്, താഴത്തെ ഹാങ്ങിങ് ലെറ്റർ, താഴത്തെ 3 ലൈൻ. ഇതാണെങ്കിൽ മുകളിലെത്തത്, ഇത് നടുക്കത്തെ 2 ലൈൻ. ഇതിൽ എഫ് ആണെങ്കിൽ ആ 4 ലൈൻ ടച്ച് ചെയ്തിട്ടാണ് എഴുതും. ഇതൊന്ന് കാണിച്ചത് ഈ എങ്ങനെ എഴുതും നോക്കൂ. E എഫ് ഇച്ചിരി ബുദ്ധിമുട്ട് എന്നാൽ നിങ്ങൾ പഠിച്ചാണല്ലേ. എഫ് ഗോ അപ്പ്, കം ഡൗൺ, അഗൈൻ ഗോ അപ്പ്. എഫ്. അടുത്ത നോക്കൂ, ജി. എ ഡിയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. സി പോലെ എഴുതിയിട്ട് എ ആയി, കം ഡൗൺ, ഗോ ഇൻസൈഡ്. കണ്ടോ? എച്ച് എങ്ങനെ നോക്കൂ, H. ഇനി അടുത്ത് നമ്മൾ ഈ 4 ലെറ്റേഴ്സ് കണക്ട് ചെയ്തിരുന്നു നോക്കാം. E F G H. ഇതിന് നോക്കൂ, ഈ എഫ് മാത്രം നമ്മൾ 4 ലൈൻ എഴുതുമ്പോഴത്തേക്കും കണ്ടോ ആ 4 ലൈൻ ടച്ച് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. എഴുതാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട് കേട്ടോ. അവരും കൂടെ എഴുതാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വീണ്ടും A മുതൽ നിന്ന് തുടങ്ങിയത്. ABCD എഴുതി കണക്ട് ചെയ്ത് എഴുതി. അടുത്ത E F G H അത് കണക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് നോട്ട്സിൽ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ടീച്ചർ ഈ 4 ലൈൻ ബുക്കിൽ നിന്ന് എഴുതുന്ന ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നോട്ടിൽ കാണിച്ചു തന്നില്ല. എന്താ നോക്കൂ, A ഉണ്ടോ? A B C D. ഇനി അത് കണക്ട് ചെയ്ത് നോക്കൂ. A B C D. ഇതുപോലെ തന്നെയാണ് എഴുതിയവരെല്ലാവരും. ഇതിനേക്കാൾ ഭംഗിയായിട്ടാണ് ടീച്ചറിൻ്റെ നോട്ടിൽ എഴുതി തന്നത്. എഴുതാത്തവർക്കായിട്ട് ടീച്ചർ ഒന്നുകൂടെ എഴുതിയാണ്. ഇനി അടുത്തത് ഇന്നത്തെ പഠിച്ച ലെറ്റേഴ്സ് നോക്കാം. ഇതാ നോക്കൂ, ഇന്ന് നമ്മൾ പഠിച്ച പഠിച്ചതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചാണ് കേട്ടോ. എഫ് മാത്രം കണ്ടോ, ഇവിടുന്ന് ആ 4 ലൈനും ടച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത്. എഫ് ജി എച്ച്. ഇനി കണക്ട് ചെയ്ത് എഴുതി നോക്കൂ. ഇ എഫ് ജി എച്ച്. ഇതെല്ലാവരും ഇതുപോലെ എഴുതുക. ടീച്ചർ എഴുതുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ്. ടീച്ചർ തമാശ പറഞ്ഞതല്ല, എല്ലാവരും എഴുതി വെച്ച് എല്ലാവരും നല്ല ഭംഗിയായിട്ടാണ് എഴുതിയത്. ഇനി അതുപോലെ ചെയ്യുക. ഇത് കേഴ്സീവ് റൈറ്റിംഗ് എഴുതാത്തവരൊന്നുകൂടെ ടീച്ചർ അതുകൊണ്ടാണ് ഏറ്റവും തുടങ്ങിയത്. ഒന്നുകൂടെ എഴുതാത്തവരെല്ലാവരും എഴുതാം. ഓക്കെ.